നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ഗുരുതരമായ എന്നാൽ പലരും വേണ്ടത്ര അങ്ങോട്ട് ഗൗരവമായിട്ട് കാണാത്ത ഒരു വിഷയം സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. രാത്രിയിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് സ്വന്തം മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്ന നമ്മുടെ മക്കള് അവിടെ തന്നെ ആ റൂമിൽ തന്നെ പുലരുവോളം സുരക്ഷിതമായി ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ആ ആശ്വാസത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഏതൊരു രക്ഷിതാവിന്റെയും ഉറക്കം കെടുത്തുന്ന വലിയൊരു പ്രവണത ഇന്ന് നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരുന്നാൽ പറ്റില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വയനാട്ടിലെ മാനന്തവാടിയിൽ നടന്നൊരു സംഭവം. അത് കേട്ടപ്പോ ഏതൊരു മാതാപിതാക്കളായും നെഞ്ച് ഒന്ന് പിടയ്ക്കും. 16 വയസ്സും മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മാതാപിതാക്കൾ അറിയാതെ അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ ഇറങ്ങിപ്പോയി എന്നേ പറയുള്ളൂ. മദ്യവും മയക്കുമരുന്നും ഒക്കെ ബലമായിട്ട് നൽകി ആ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് വാർത്ത. രാത്രി 11 മണിക്ക് സ്വന്തം മുറിയിൽ ഉറങ്ങാൻ കിടന്ന മകളാണ്. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ആ മാതാപിതാക്കൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് മകൾക്ക് ഒരു അപകടം പറ്റി, ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിവരം, ഈ ഫോൺ കോൾ കേട്ടിട്ട് ഞെട്ടി ആ മാതാപിതാക്കള് മകളുടെ റൂമിൽ ചെല്ലുമ്പോൾ മകൾ അവിടെ ഇല്ല. വീട് മുഴുവൻ അരിച്ചു പിറക്കുമ്പോൾ അടുക്കള വാതില് തുറന്നു കിടക്കുന്നു. അടുക്കള വാതിൽ കൂടി മകള് എത്തേണ്ടടുത്തെത്തി. അപ്പോഴാണ് മകള് വീട്ടിലില്ലായിരുന്നു എന്ന കാര്യം പോലും ആ പാവം മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. ഒരു പെൺസുഹൃത്ത് ഉൾപ്പെടെ 3 പേർ ചേർന്നാണ് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ ആ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. ഒടുവിൽ യാത്രക്കിടയിൽ കണിയാരത്ത് വെച്ച് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായി ആ കുട്ടിയെ കണ്ടെത്തുന്നത് അങ്ങനെയാ. ആശുപത്രിയിൽ എത്തുമ്പോഴും ആ പെൺകുട്ടിക്ക് ബോധം വന്നിരുന്നില്ല. അതായത് ലഹരിയിൽ നിന്ന് ആ ബോധം അങ്ങോട്ട് വന്നിരുന്നില്ല എന്നാണ് വാർത്തകളിൽ പറയുന്നത്. ഈ കേസിൽ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീയും ചെറുപ്പക്കാരും അടക്കം 6 പേരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കുന്നുണ്ടാവും, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ലേ എന്ന്. അല്ല, അതല്ല സത്യം. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കുറച്ചേ ഉള്ളൂ എന്നാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മുടെ ചുറ്റുമുള്ള പല വീടുകളിലും നമ്മളറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ഒരു കൈപ്പേറിയ ഒരു യാഥാർത്ഥ്യം. നമ്മൾ കുട്ടികളോട് സൗഹൃദം കാണിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, രാത്രിയിൽ അവർ സുരക്ഷിതരായി ഉറങ്ങുന്നു എന്ന് വിശ്വസിച്ച് നമ്മളും ഉറങ്ങാൻ പോകുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ മാതാപിതാക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ പിൻവാതിലൂടെ അല്ലെങ്കിൽ ജനലിലൂടെയൊക്കെ പുറത്തിറങ്ങി കൂട്ടുകാരുടെ ബൈക്കിലോ കാറിലോ കയറി രാത്രി ജീവിതം അവർ ആഘോഷിക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റും ഇന്ന് വളർന്നു വരുന്നത്. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ, മാതാപിതാക്കൾ ഉണരുന്നതിന് മുമ്പ് തന്നെ അവർ തിരികെ സ്വന്തം മുറികളിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പല മാതാപിതാക്കളും സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. വലിയ അപകടങ്ങളിലോ അതല്ലെങ്കിൽ പോലീസ് പിടിക്കുമ്പോഴോ ഇനി അതല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുമ്പോഴോ ഒക്കെ മാത്രമാണ് ഈ സത്യങ്ങൾ അവർ അറിയുന്നത്. പാതിരാത്രിയിലെ ഇത്തരത്തിലുള്ള അപകടകരമായ യാത്രകൾ പലപ്പോഴും മരണത്തിൽ അവസാനിച്ച കഥകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. തെരുവിൽ ഇങ്ങനെ ലഹരിയിൽ അലഞ്ഞു തിരിയുന്നത് നമ്മൾ കരുതും ആരുടെയൊക്കെയോ മക്കളല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആരുടെയൊക്കെയോ മക്കളാണ് എന്ന് കരുതി തള്ളിക്കളയരുത്. ചിലപ്പോൾ അത് നമ്മുടെ സ്വന്തം മക്കളാകാം. നമ്മുടെ നാട്ടിൽ ലഹരി ശൃംഖലയെ എത്രത്തോളം ആഴത്തിൽ ഇപ്പോ വേരൂന്നിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ദിവസേന പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ, ദിവസേന അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റുകളുടെ വാർത്ത കാണുമ്പോൾ, ദിവസേന അകത്ത് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്യാമ്പസുകളിലും അതുപോലെ വിദ്യാലയങ്ങളിലും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു റാക്കറ്റ് ഇതിന്റെ പിന്നിലുണ്ട്. വെറും വിദ്യാർത്ഥികളൊന്നും മാത്രമല്ല, ഇപ്പോഴത്തെ അധ്യാപകർ വരെ ഇതിന്റെ ഭാഗമാണ്. അവർ ഒരു പക്ഷേ ലഹരി നേരിട്ട് വിൽക്കുന്നില്ലായിരിക്കാം, അവരത് കൈകൊണ്ട് തൊടുന്നില്ലായിരിക്കാം, പക്ഷെ അത് വിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനാവശ്യമായ പണം അവരുടെ അക്കൗണ്ടുകളിലൂടെ പോകുന്നുണ്ട്. ചിലരെങ്കിലും അത് സ്വയം ഉപയോഗിക്കുന്നുമുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാലോ, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയിരുന്ന BRCയിലെ അധ്യാപികമാർ വരെ പിടിയിലായിട്ടുള്ള വാർത്ത. 3 പേരെ നല്ല കാണാൻ സൗന്ദര്യമുള്ള തറവാടികളായിട്ടുള്ള, തന്റെ തറവാടുമുണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന തറവാട്ടുകാരായിട്ടുള്ള 3 പേർ. അവരുടെ വീട്ടുകാരെന്ത് പഠിച്ചു? ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താ? തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ പെട്ടെന്ന് ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോഴാണ് ചിലർക്കൊക്കെ സംശയം തോന്നിയത്. പോലീസ് അന്വേഷണം നടത്തുന്നതൊക്കെ അങ്ങനെയാ. ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഓർഡറുകൾ സ്വീകരിക്കുകയും ലഹരി എത്തിച്ചു നൽകുകയും ചെയ്യുന്ന വലിയൊരു മാഫിയാണ് ഇതിന് പിന്നില്. ഒരിക്കൽ ഈ ലഹരിയുടെ ഉപയോഗം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികൾ മാറിപ്പോകും. അതാണ് നമ്മൾക്ക് അവയർനെസ് കൊടുക്കണം, അവരെ ലഹരിയിലേക്ക് എത്തിക്കരുതെന്ന് പറയുന്നത്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ഇല്ലാതെ പറ്റില്ല.
ലഹരി വാങ്ങാൻ വലിയ തുക ആവശ്യമായി വരുമ്പോൾ അവരെന്തും ചെയ്യും. ഇനി അതല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവർ തന്നെ ലഹരി വിൽപ്പനക്കാരായി മാറും. ഈ ടീച്ചർമാര് അങ്ങനെ ലഹരി വിൽപ്പനക്കാരായി മാറിയതാണോ ഇടനിലക്കാരായി മാറിയതാണോ എന്ന് ചിന്തിക്കണം. രണ്ടായാലും അവരിൽ നേരിട്ട് തന്നെ പങ്കാളികളാണ്. അത്തരമൊരു ചതിക്കുഴിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഇളം തലമുറ ചെന്ന് വീഴുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭരണകൂടത്തിന്റെയും അതുപോലെ പോലീസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികളും ഓപ്പറേഷനുകളും ഒക്കെ നടക്കുന്നുണ്ടാകാം. കേസുകളും അറസ്റ്റുകളും ഒക്കെ അത് ദിനം പ്രതി അത് വർദ്ധിക്കുന്നുമുണ്ട്. എന്നാൽ പോലീസിനോ സർക്കാരിനോ മാത്രം തടയാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ഇതിന്റെ യഥാർത്ഥ പ്രതിരോധം തുടങ്ങേണ്ടത് നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നാണ്. ക്യാമ്പയിനുകളും അതുപോലെ ബോധവൽക്കരണവും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും മാതാപിതാക്കൾ കാണിക്കുന്ന അശ്രദ്ധ ഉണ്ടല്ലോ, തന്റെ മകൻ ഒന്നും ചെയ്യില്ല, തന്റെ മകൾ അങ്ങനെയൊന്നും പോകില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് പലപ്പോഴും ഇത്തരം വിപത്തുകൾക്ക് വഴിവെക്കുന്നത് അതാണ്. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന, നിർഭയം എന്ന് കരുതുന്ന സ്വന്തം വീടുകൾ പോലും ഇന്ന് മക്കൾക്ക് ലഹരി ശൃംഖലയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയായി മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ സൗഹൃദങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, അതിക്രമിച്ചിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം എത്രയാണ്, അനാവശ്യമായിട്ട് പണം ആവശ്യപ്പെടുന്നുണ്ടോ ഒക്കെ നിരീക്ഷിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾ മുറിയിലുണ്ട്, അവർ ഉറങ്ങുകയാണ് എന്ന ഒരു ആശ്വാസത്തിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകരുത്. അവരുടെ രാത്രികാല ശീലങ്ങൾ അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ജാഗരൂകരായിരിക്കണം, ഒന്ന് അന്വേഷിക്കണം. നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മൾ കരുതി മാറി നിൽക്കാൻ ഇനി സമയമില്ല നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് നമ്മുടെ വീടുകളിലേക്കാണ് എത്തിക്കഴിഞ്ഞത്. ഇനിയൊരു കുട്ടിയും ലഹരിയുടെയോ അല്ലെങ്കിൽ അപകടങ്ങളുടെയോ ഇരയാകാതിരിക്കാൻ നമ്മൾ ഇന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അല്ലാതെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു സംശയം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ട് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ഇതുപോലെ ലഹരി കച്ചവടത്തിന് വേണ്ടിയിട്ടാണോ എന്ന്? ഞാൻ കോടതികളെ അല്ല കുറ്റം പറയുന്നത്. കോടതികൾ ആ നിയമത്തിനും തെളിവുകളുടെയും സാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. പോക്സോ കേസുകൾ, ഇത്തരത്തിൽ ലഹരി ഏതെങ്കിലും കുട്ടി ഉപയോഗിക്കുന്നതായി കണ്ടാൽ അല്ലെങ്കിൽ ലഹരി കച്ചവടക്കാരായി ഏതെങ്കിലും കുട്ടിയെ തോന്നിയാൽ ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ സ്വന്തം രക്ഷിതാക്കളാണെങ്കിൽ കൂടി പോക്സോ കേസിൽ അകത്താകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പീഡന കേസിൽ അകത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ രണ്ട് കേസും ഈ ലഹരി കച്ചവടത്തിനായി ഉപയോഗപ്പെടുത്തുന്നില്ലേ? ഇവിടെ ഉണ്ടാകുന്ന സ്ത്രീ പീഡന കേസുകളും അതുപോലെ പോക്സോ കേസുകളും ഇത്തരത്തിൽ ലഹരി കച്ചവടക്കാരുടെ മറ്റൊരു മറകൂടിയല്ലേ എന്നൊരു സംശയം കൂടി എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുണ്ട്. Different angles. Don't forget to subscribe and support this channel.